പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വിനീതിന്റെ വീട്ടിലേക്ക് അവന്റെ ചേച്ചി ഗീതയും മോളും ഒരു ഓട്ടോയിലെത്തുകയാ. അവരെ കണ്ട് സന്തോഷത്തോടെ ശാരദ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് മോളെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും മോൾ എൻ്റെ അടുത്ത് നിന്നോളൂ, നിങ്ങൾ ആ ഓട്ടോയുടെ കാശ് കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഗീത മോളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുക. ശാരദ അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും എന്റെ കാശ് ഇങ്ങ് തന്നേക്കെന്ന് ഓട്ടോ ഡ്രൈവറും. എത്രയാണെന്ന് ശാരദ ചോദിക്കേ. 800 എന്ന് അയാൾ. മോളെ 800 എന്ന് ശാരദ ഗീതയെ വിളിച്ച് പറയേ. അതങ്ങ് കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഗീത സിറ്റൗട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സുജാതയും അങ്ങോട്ടെത്തി. അതിനുള്ള വകുപ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലേ ഇവിടെ വന്ന് കിടക്കുമായിരുന്നോടി എന്ന് ചോദിച്ച് ശാരദയുടെ കഴുത്തേക്ക് നടന്നു ചെന്ന് ആ കാശ് അവളുടെ കയ്യിലേക്ക് കൊടുത്ത് ദാ കൊടുത്തേക്കെന്ന് പറഞ്ഞ് തിരികെ പോവുകയാണ്. ഗീതയുടെ മകളെ കൊഞ്ചിച്ച് പൊന്നു വാ എന്ന് പറഞ്ഞ് സുജാത അവളെയും കൂട്ടി സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും ഗീതയും അവിടെ നിൽക്കുന്ന കാവേരിയോടും ഗംഗയോടുമായി എല്ലാവരും ഉണ്ടല്ലോ. ഇതിനാസ് ആ കുടുംബം ശാരദ എന്ന് പറയുമ്പോഴേക്കും ശാരദയും അങ്ങോട്ടെത്തുകയാ. അമ്മാവ് മരിച്ചിട്ടും ഓരോരുത്തർക്കും 5-10 കിലോ വെച്ച് കൂടിയിട്ടുണ്ടല്ലോ അമ്മേ, സുഖജീവിതമാണെന്ന് തോന്നുന്നു എന്ന് ഗീത പരിഹസിക്കുമ്പോഴേക്കും വെച്ചു കൊടുക്കാൻ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് സുജാത. നീ വാ എന്ന് അവരെ അകത്തേക്ക് വിളിക്കുന്നതിനിടയിൽ പിന്നെ ആ പെട്ടിയൊക്കെ ഇങ്ങ് എടുത്തു വെച്ചോ എന്ന് കാവേരിയോടും ഗംഗയോടുമായി പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ സുജാത. അതുകൾക്ക് ശാരദയും മക്കളും പെട്ടിയെടുക്കാനായി പോവുകയാ. അകത്തേക്കെത്തിയ അമ്മ ഗീതയോടായി ചോദിക്കുന്നുണ്ട് 800 രൂപ ആയോടിന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വരുവല്ലേ അമ്മേ എന്ന് ഗീത പറയേ. അടുത്തുള്ള കവലേന്ന് ഓട്ടോ വിളിച്ചോണ്ട് വന്നിട്ടെ 800 രൂപ മേടിക്കുന്നവരാ നിന്റെ ദാസേട്ടനും സ്വർണ്ണമ്മയും ഒക്കെ എന്ന് അമ്മയും പറയുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോ എന്ത് സന്തോഷത്തോടെയാണെന്നോ സ്വർണ്ണമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഒപ്പം കൂടെ വരുന്നൊന്നൊരു ചോദ്യവും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതെന്റെ ഇടത്തെ കൈയിലെ ചെറുവിരല് കൊണ്ട് പരിഹരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂവെന്ന്. അപ്പോഴാണ് അവർ ജനലിലൂടെ നോക്കുമ്പോൾ ശാരദയും മക്കളും പെട്ടിയെടുത്ത് വെക്കുന്നത് കാണുന്നത്. പുറത്തു പോയി വരികയായിരുന്ന യമുനയും അങ്ങോട്ട് ഓടിയെത്തി. അമ്മേ ഇതെവിടെ പോവാ എന്ന് ചോദിക്കേ. ഗീതച്ചി വന്നതാ എന്ന് കാവേരിയും. അത് കാണാൻ ഗീതയും അമ്മയോടായി ഇവളൊക്കെ എവിടെ തെണ്ടിത്തിരിഞ്ഞു നടക്കുവോ അമ്മേ എന്ന് ചോദിക്കേ. എന്നോടൊന്നും പറയാറില്ല, പുറത്തൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന പിള്ളേരല്ലേ, എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും എന്ന് അമ്മയും പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാ ഇവിടുത്തെ പ്രശ്നം, ആദിനില്ലായ്മ. നമ്മൾ അധ്വാനിച്ച് ഒരു വീട് നടത്തിക്കൊണ്ട് വരുവാണെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാം നമുക്ക് കടപ്പെട്ടവരല്ലേ. നമ്മുടെ പണം കൊണ്ട് അവർ ഉണ്ണി ഉറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോ തിരിച്ചു വരും, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇങ്ങനെ തുടക്കത്തിലെ കയറുരി വിട്ടാലേ അമ്മയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അവർ പഞ്ചാരി മേളം കൊട്ടും. അമ്മ വിഷമിക്കേണ്ട, ഇപ്പൊ ഞാൻ വന്നില്ലേ, എല്ലാ കാര്യത്തിനും ഒരു ഡിസിപ്ലിൻ ഞാൻ ഉണ്ടാക്കി തരാം. ചില സമയത്ത് ഈ വീട്ടിലെ മോട്ടോർ കേടാവും, വാഷിംഗ് മെഷീൻ റിപ്പയർ ആവും, കറണ്ട് പോയി എന്നൊക്കെ ഇരിക്കും, അമ്മയൊന്ന് കണ്ണടച്ചിരുന്നേക്കാം എന്ന് ഗീതയും തന്റെ പ്ലാൻ എല്ലാം വിവരിക്കുകയാ. അവിടെ സിറ്റൗട്ടിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് ശാരദയും മക്കളും അച്ഛമ്മയും. ശാരദ മക്കളോടായി പറയുന്നുണ്ട് അന്ന് അച്ഛൻ ഒരു തോട്ടം വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കേ. ഗംഗച്ചിയുടെ നിശ്ചയം കഴിഞ്ഞിട്ട് തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ നടത്താമെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. നിശ്ചയം കഴിഞ്ഞില്ലല്ലോ, അതുപോലെ രജിസ്ട്രേഷനും നടത്തണ്ട എന്നമ്മ പറയേ. പകരം പണം തിരികെ വാങ്ങാമെന്നാണോ അമ്മ പറയുന്നത് എന്ന് ഗംഗയും ചോദിക്കുക. തോട്ടം വാങ്ങുന്നതല്ലല്ലോ ഇപ്പൊ പ്രധാനം, കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അച്ഛൻ ആ തോട്ടത്തിലാ മുടക്കിയത്, അത് തിരിച്ചു കിട്ടിയാ നമുക്ക് ആ വീടിന്റെ കടം തീർക്കാം എന്നമ്മയും പറയുന്നുണ്ട്. അച്ഛൻ ആ തോട്ടത്തിന് എത്ര രൂപ അമ്മയെ കൊടുത്തിരിക്കുന്നത് എന്ന് കാവേരി ചോദിക്കേ. ഓ അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ മോളെ, ജയപാലേട്ടനല്ലേ അറിയാൻ പറ്റൂ എന്ന് അമ്മയും. അത് കേൾക്കെ അച്ഛമ്മയും ആ തോട്ടം എത്ര ഏക്കറുണ്ടെന്നാ പറഞ്ഞത് എന്ന് ചോദിക്കേ. 5 ഏക്കറാണ് അമ്മ എന്ന് ശാരദയും. അപ്പൊ മോശമല്ലാത്തൊരു സംഖ്യ വരും, അങ്ങനെ ഒരു നീക്കിയിരിപ്പുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ പിശാചിന്റെ കോട്ടയെന്ന് രക്ഷപ്പെടുകയാ പ്രധാനം എന്ന് അച്ഛമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച തോട്ടമാമേ, തോട്ടത്തിന്റെ നടുവിൽ ഒരു വീട് വെച്ച് താമസിക്കണമെന്നും എല്ലാവരും ഓരോ ഓണത്തിനും അവിടെ ഒത്തുകൂടണമെന്നുമൊക്കെ അച്ഛൻ പറഞ്ഞതെന്ന് ടെൻഷനോടെ യമുനയും പറയുന്നുണ്ട്. അച്ഛനില്ലാതെ പിന്നെ എന്തിനാണ് വീട് വെക്കുന്നതും ഒരുമിച്ച് കൂടുന്നതുമൊക്കെ എന്ന് ഗംഗയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശാരദയും ജയപാലേട്ടനോട് പറഞ്ഞ് ആ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു വാങ്ങണം, വൈകിപ്പിക്കണ്ടെന്ന് പറയേ. ഇപ്പൊ തന്നെ പോവാം അമ്മേ എന്ന് പറഞ്ഞ് ഗംഗയും വിളിച്ചോണ്ട് പോവുകയാ കാവേരി. സങ്കടത്തോടെ ഇരിക്കുന്ന ശാരദയുടെ മനസ്സിലേക്ക് അരവിന്ദനെന്ന് തോട്ടത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഓടിയെത്തുന്നത്. ആ മല കണ്ടോ, ഇനിയൊരു 5 വർഷം കൂടി കഴിയുമ്പോൾ ആ മലയിൽ നമുക്കൊരു 5 ഏക്കർ വാങ്ങണം എന്ന് അരവിന്ദേട്ടൻ പറയേ. സത്യം, എന്നോട് പറഞ്ഞില്ലല്ലോ ആ തോട്ടം വാങ്ങുന്ന കാര്യം എന്ന് ശാരദയും ചോദിക്കുക. ഇവൾക്ക് അരവിന്ദേട്ടനും ഈ തോട്ടം നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ എന്ന് പറയേ. പൊട്ടിച്ചിരിയോടെ ശാരദയും അതെന്താ അരവിന്ദേട്ടന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത അതിൽ പുല്ലൊന്നും കിളക്കില്ലേ എന്ന് ചോദിക്കേ. അതല്ല, 5 ഏക്കർ തോട്ടത്തിന്റെ മുതലാളിയാണെന്ന് നിനക്ക് പറയാലോന്ന് കരുതിയാ എന്ന് അരവിന്ദേട്ടനും. ആഹാ, അതിപ്പോ അരവിന്ദേട്ടന്റെ പേരിൽ രജിസ്റ്റർ ചെയ്താലും എനിക്ക് പറയാലോ ഞാനാ മുതലാളിന്ന്. ഇതിനവകാശം ചോദിച്ചോണ്ട് ആര് വരാനാ എന്ന് ശാരദ ചോദിക്കേ. നീ ഇതിനിടയ്ക്ക് അത്രയൊക്കെ ചിന്തിച്ചു കുട്ടി, ആ മലയും കടന്ന് അപ്പുറത്തേക്ക് പോയല്ലേ എന്ന് അരവിന്ദേട്ടനും ചോദിക്കുക. അയാൾക്ക് ശാരദ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും അരവിന്ദേട്ടനും ശാരദയെ ചേർത്ത് പിടിച്ച് ഈ തോട്ടം നിന്റെ പേരിൽ തന്നെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതോർക്കെ ശാരദയും സങ്കടത്തോടെ കരയുകയാണ്. അത് കാണേ അച്ഛമ്മയും അവളുടെ തോളിൽ കൈ ചേർത്ത് വെച്ച് വിഷമിക്കേണ്ട മോളെ,
ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ ഒരു രക്ഷകൻ വരുമെന്ന്. അവന്റെ വരവിന് സമയമായെന്ന് അമ്മ പറയുമ്പോഴേക്കും ശാരദയും ഒരു കരച്ചിലോടെ അമ്മയുടെ നെഞ്ചിലേക്ക് ചായുമ്പോഴേക്കും അമ്മ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും അവിടെ ഗൗരി ശങ്കരം എന്ന നരയന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയാണ്. ഒരു ഫംഗ്ഷൻ നടക്കാനിരുന്ന ആ വീട്ടുമുറ്റം ആകെ അലങ്കോലമായി കിടക്കുകയാ. അവിടെ നരയന്റെ മുത്തശ്ശൻ ഇളയ മരുമകൻ ശിവരാജനോടായി പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്ന് പറയേ പിന്നെ വിളിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആര് സമാധാനം പറയും? മാത്രമല്ല ഇതിനൊക്കെ ഒരു തെളിവുണ്ടായിരിക്കുന്നത് നല്ലതാ എന്ന് പറയുമ്പോഴേക്കും ആ ലിവിംഗ് റൂമിലേക്ക് പോലീസ് എത്തുകയാണ്. നരന്റെ മുത്തശ്ശിയും അവിടെ തന്നെ നിൽപ്പുണ്ട്. പോലീസുകാരൻ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്ന് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും. മോർണിംഗ്, നോട്ട് സോ ഗുഡ് എന്ന് മുത്തശ്ശനും. ടൗൺ നോർത്ത് എസ് ഐ അലക്സ് ചന്ദ്രൻ എന്ന് എസ് ഐ സ്വയം പരിചയപ്പെടുത്തി പുതിയ ആളായിരിക്കും. അവിടെയുള്ള ഒട്ടുമിക്കവരെയും എനിക്കറിയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുറ്റ്യാടിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ആയി എത്തിയതേയുള്ളൂ. സാറിന്റെ ഫാമിലി ഹിസ്റ്ററിയും ബിസിനസ് ഡീറ്റെയിൽസും ഒക്കെ രാജഗോപാൽ സാർ ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്ന് എസ് ഐ പറയുന്നത് കേൾക്കെ അല്ല ഞാനാ പോലീസിനെ വിളിച്ചതെന്ന് ശിവരാജൻ പറയുകയാണ്. അയാളെ കണ്ട് ഇതെന്ന് മുത്തശ്ശനോടായി എസ് ഐ ചോദിക്കുക. എന്റെ ഇളയ മകൾ ഗായത്രിയുടെ ഹസ്ബൻഡ് ശിവരാജൻ അതുകൾക്ക് മുറിയിലുള്ളത് മൂത്ത മകളുടെ മകനല്ലേ എന്ന് എസ് ഐ ചോദിക്കുക. അതേന്ന് അദ്ദേഹം പറയേ മൂത്ത മകൻ ഗൗരിയും ഹസ്ബൻഡ് ശങ്കർദാസും വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഇപ്പൊ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത് ഞാനാണെന്ന് ശിവരാജൻ. എസ് ഐ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് റൂം ലോക്ക് ചെയ്തിട്ട് ഇപ്പൊ എത്ര സമയമായി എന്ന് ചോദിക്കേ. സമയോ? ദിവസങ്ങളായി എന്ന് മുത്തശ്ശിയും. ദിവസങ്ങളോ? അപ്പൊ ഭക്ഷണം എന്ന് എസ് ഐ ചോദിക്കേ. അലക്സ് സാറിന് എന്റെ ചെറുമകൻ നരനെ അറിയാഞ്ഞിട്ടാണ്. സാധാരണ മനുഷ്യരെ പോലെ അല്ല അവൻ. ഏത് സമയത്തും എന്തും ചെയ്യുമെന്ന് മുത്തശ്ശൻ പറയുമ്പോഴേക്കും വീടിന്റെ മുകൾ നിലയിൽ നിന്ന് ഒരു വെടിവെച്ച് കേൾക്കുന്നുണ്ട്. അത് കേൾക്കെ പോലീസുകാരെല്ലാം അങ്ങോട്ട് ഓടുമ്പോഴേക്കും കഴിഞ്ഞു തോന്നുന്നു. ഏതായാലും പോലീസ് ഉള്ളത് നന്നായി. ബാക്കി നടപടിയെല്ലാം പെട്ടെന്നങ്ങ് തീർന്നോളും എന്ന് അവിടെ നിൽക്കുന്ന ശിവരാജനും മനസ്സിൽ പറയുക. പോലീസുകാരുടെ പുറകെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും മുകളിലേക്ക് കയറുകയാണ്. അവിടെ ഗായത്രി നരന്റെ റൂമിൽ വാതിൽ തുറക്കെന്ന് പറഞ്ഞ് മുട്ടിക്കൊണ്ടിരിക്കുക. എന്നോട് അവൾ താഴേക്ക് ഓടാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് കയറി വരുന്ന പോലീസുകാരെ കാണുന്നത്. സാർ അവിടെ എന്ന് നരേന്റെ റൂം ചൂണ്ടിക്കൊണ്ട് അവൾ പരിഭ്രമത്തോടെ പറയുമ്പോഴേക്കും പോലീസുകാരും ആ അടഞ്ഞുകിടക്കുന്ന വാതിലിന് നേരെ നടന്നു നീങ്ങുകയാണ്. പരിഭ്രമത്തോടെ കരഞ്ഞു നിൽക്കുന്ന ഗായത്രിയുടെ അടുത്തേക്ക് അച്ഛൻ ചെന്ന് എന്തായി മോളെ എന്ന് ചോദിക്കും. ഇവിടെ എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞ് അവൾ കരഞ്ഞോണ്ടിരിക്കുക. വാതിൽ ലോക്ക് തുറക്കാൻ കഴിയാതെ എസ് ഐ അത് ചവിട്ടി പൊളിക്കാൻ നോക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ മുത്തശ്ശനും തേക്കിന്റെ വാതിലാ സാറേ പെട്ടെന്നൊന്നും പൊളിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക മുത്തശ്ശൻ. അവർ ആ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശിവരാജനും മുകളിലേക്ക് കയറി വരികയാണ്. അറച്ചിലോടെ നിൽക്കുന്ന ഗായത്രിയോടായി നീ ഇപ്പോ കരയാ മാത്രം ഇവിടെ എന്തു വടി നടന്നത്? ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ശിവേട്ടാ എന്ന് ദേഷ്യത്തോടെ ഗായത്രിയും വിളിക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവൻ നിന്റെ സ്വന്തം മോനൊന്നുമല്ലല്ലോ, നിന്റെ ചേച്ചിയുടെ മോനല്ലേ. പിന്നെ ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ എന്റെയും നിന്റെയും നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോടി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ആ റൂമിനടുത്തേക്ക് നടന്നു നീങ്ങുകയാ ശിവരാജനും. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ ആ ഡോർ തുറക്കുമ്പോഴേക്കും അകത്തേക്ക് കയറാൻ തുടങ്ങിയ അലക്സ് സാറിന്റെ മുന്നിലേക്ക് ചൂണ്ടിയെത്തുന്ന നരയൻ വെടിയുതിർക്കുമ്പോഴേക്കും ഹാളിൽ വെച്ച ഗായത്രിയുടെയും ഭർത്താവിന്റെയും മാരേജ് ഫോട്ടോ താഴേക്ക് വീഴുകയാണ്. പിന്നീട് അവൻ എസ് ഐയുടെ നേരെ തോക്കു ചൂണ്ടുമ്പോഴേക്കും മോനെ എന്ന് സങ്കടത്തോടെ മുത്തശ്ശിയും വിളിക്കുക. നരയൻ എസ് ഐയെ ഗൺ മുനയിൽ നിർത്തുമ്പോഴേക്കും ഹാൻഡ് ഓവർ ദ ഗൺ എന്ന് എസ് ഐയും പറയുന്നുണ്ട്. സ്റ്റുപ്പിഡ്, ദിസ് ഈസ് മൈ ഗൺ ആൻഡ് മൈ സ്പേസ് എന്ന് നരയനും. തോക്ക് തരാനാ പറഞ്ഞത് എന്ന് എസ് ഐ വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും സ്റ്റുപ്പിഡ് എന്ന് നരയൻ അലർന്നു. ഐ വിൽ ഷൂട്ട് യു, മാറാൻ. എന്തെങ്കിലും അനീതിക്കോ അക്രമത്തിനോ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു കാക്കിയിട്ടവന്റെ മുന്നിൽ കൈ നീട്ടി നിന്നിട്ടില്ല ശങ്കർദാസിന്റെ മകൻ നരയൻ. ഇതുവരെ കടം തീർത്തതും കടമുണ്ടാക്കിയതുമെല്ലാം ദേ ഈ കൈകൊണ്ട് തന്നെയാ. അതുകൊണ്ട് ഇപ്പൊ എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കണക്ക് പറയാൻ മൂന്നാമതൊരാളിന്റെ ഇടപെടൽ വേണ്ട. കണ്ടുപിടിച്ചിരിക്കും. അതിനിടയിൽ ക്രമസമാധാനത്തിന്റെ ചട്ടക്കൂടുമായി ഒരുത്തനും ഇടയിൽ കയറി വരണ്ട. ഇത് നരയന്റെ ഏരിയയാ, നരിമട എന്ന് പറഞ്ഞവൻ ദേഷ്യത്തോടെ ആ ഡോർ വലിച്ചടയ്ക്കുകയാ. അത് കാണെ എസ് ഐ വീണ്ടും ആ ഡോർ തുറക്കാൻ ശ്രമിക്കാനായി തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ അദ്ദേഹത്തെ തടഞ്ഞ് സാർ പ്ലീസ് ഒന്നും വേണ്ട എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും എസ് ഐയും പിൻവാങ്ങുകയാണ്. പിന്നീട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഐയോടായി മുത്തശ്ശൻ പറയുന്നുണ്ട് കേസ് ഒഴിവാക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കാരണം സാറിന് മനസ്സിലായി കാണുമല്ലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ മകൻ നരയൻ. അദ്ദേഹം പറയേ ആ പെൺകുട്ടി പോയിട്ടിപ്പോ എത്ര നാളായെന്ന് എസ് ഐയും ചോദിക്കുക. സാറ് കണ്ടില്ലേ കല്യാണത്തിന്റെ പന്തലും ഒരുക്കങ്ങളുമൊക്കെ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. സോ കല്യാണ തലേന്നാണ് നിങ്ങൾക്ക് ന്യൂസ് കിട്ടുന്നത് എന്ന് എസ് ഐയും ചോദിക്കുക. അവൾ പോയതിനു ശേഷം എല്ലാം മാറി. ഞങ്ങളുടെ നരേനെ ഒരുപക്ഷെ ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത വിധം എന്ന് മുത്തശ്ശൻ പറയേ. എന്നാലും ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന് എസ് ഐയും. എവിടെയായാലും ഞങ്ങളുടെ നരയൻ തന്നെ അവളെ കണ്ടുപിടിച്ചിരിക്കും. അവളുടെ വിധി തീരുമാനിക്കുന്നതും അവൻ തന്നെ ആയിരിക്കും എന്ന് മുത്തശ്ശനും ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവിടെ ഗീതയുടെ മകൾ പൊന്നു ലിവിംഗ് റൂമിലിരുന്ന് കളിക്കുമ്പോഴാണ് നിള അങ്ങോട്ടെത്തി. പൊന്നു കളിക്കാൻ എന്നെ കൂടി കൂട്ടു ചോദിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ പാവ വാങ്ങി നോക്കിക്കൊണ്ട് ഇതേതാ ഈ പാവ, നല്ല രസമുണ്ടല്ലോ, പുതിയതാ എന്ന് ചോദിക്കേ. പൊന്നുവും രണ്ട് കൈകൊണ്ടും മുഖം പൊത്തിക്കൊണ്ട് എന്റെ പാവ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുകയാ. നിളയും പരിഭ്രമത്തോടെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും എന്തു പറ്റിയെന്ന് ചോദിച്ച് ഗീത അങ്ങോട്ട് വരിക. എന്താ പറ്റിയത് മോളെ, കാര്യം പറ
എന്താ പറ്റിയത് എന്തായെന്ന് ഗീത ചോദിക്കും. ചിന്നു എന്ന് നിളയുടെ കയ്യിലിരിക്കുന്ന തന്റെ പാവയെ ചൂണ്ടിക്കൊണ്ട് പൊന്നു പറയുക. മോളുടെ ചിന്നുവിനെ അവൾ പിടിച്ചു പറിച്ചോ എന്ന് പൊന്നുവിനോടായി ചോദിച്ച്, നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നടി കൊച്ചിനെ കരയിപ്പിക്കാൻ? പാവ വെച്ച് കളിക്കേണ്ട പ്രായമാണോ നിനക്കെന്ന് നിളയോടായി ചോദിക്കുന്നുണ്ടവർ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് നിള പറയേ. പിന്നെ എങ്ങനെയാടി ആ പാവ നിന്റെ കയ്യിലിരിക്കുന്നേ? കണ്ണി നോക്കി കള്ളം പറയുന്നു എന്ന് ഗീതയും. അവ ഞാൻ പിടിച്ചു പറിച്ചതല്ല ഗീതേച്ചി എന്ന് നിള കണ്ണീരോടെ പറയേ. ഞാൻ തൊട്ടില്ലല്ലോ, അതിനു മുന്നേ പൂങ്കണ്ണീരോ എന്ന് ഗീതയും. അപ്പോഴേക്കും അങ്ങോട്ട് നിന്ന് സുജാതയും, എന്താ കുഞ്ഞിനെ എന്തിനാ കരയിക്കുന്നു എന്ന് ചോദിച്ച് നിളയുടെ കയ്യിലിരിക്കുന്ന പാവയെ നോക്കിക്കൊണ്ട്, ആഹാ ഇങ്ങ് തന്നേന്ന് പറഞ്ഞ് ആ പാവ പിടിച്ചു വലിച്ചെടുത്ത്, നീ കൊച്ചിനെ കരയിക്കുക എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും നിള സങ്കടത്തോടെ നടന്നു പോവാൻ തുടങ്ങുകയാണ്. ഗീത അപ്പോഴേക്കും അവളെ തിരികെ വിളിച്ച്, നീ അവിടെ നിൽക്ക്, നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഈ പ്രായത്തിൽ ഇത്രയും കള്ളത്തരം പാടില്ല. സത്യം പറയടി, നീ എന്തിനാ കുഞ്ഞിന്റെ പാവ തട്ടിപ്പറിച്ചത്? ഗീത ദേഷ്യത്തോടെ ചോദിക്കുക. ഞാൻ തട്ടിപ്പറിച്ചില്ല ഗീതേച്ചി. നിളയും കരച്ചിലോടെ പറയുക. പിന്നെ നീ കള്ളം പറയുന്നോ? ഗീത അടിക്കാനോങ്ങിക്കൊണ്ട് പറയുമ്പോഴേക്കും ബഹളം കേട്ട്, എന്താ അവിടെ എന്ന് ചോദിച്ച് വിനീത് അങ്ങോട്ട് എത്തുകയാണ്. എന്തിനാ നിളമോളെ വഴക്ക് പറയുന്നേ എന്നവൻ ചോദിക്കേ. ഓ വന്നല്ലോ രക്ഷ. സുജാതയും, അത് പൊന്നുവിനോട് അവൾ വഴക്കിട്ടു. പിന്നെ വഴക്ക് പറയാതെ എടുത്ത് പുന്നരിക്കേ വേണ്ടത് എന്ന് ഗീതേച്ചി ചോദിക്കേ. ചേച്ചി കുഞ്ഞുങ്ങളല്ലേ, അവര് കളിച്ചതാവുമെന്ന് വിനീത്. ഇവളാ കുഞ്ഞ്, പാവ വെച്ച് കളിക്കേണ്ട പ്രായമാണോ ഇവൾക്ക്? മനഃപൂർവ്വം കൊച്ചിനെ ഇട്ട് കരയിപ്പിക്കാനായിട്ട് എന്ന് ഗീത കുറ്റപ്പെടുത്തുമ്പോഴേക്കും മോള് വന്നേ കരയണ്ട എന്ന് വിനീതും നിളയെ ആശ്വസിപ്പിക്കുക. അത് കാണേ സുജാതയും, ഓ ഇത്രയും നേരം ഈ കുഞ്ഞിവിടെ കിടന്ന് തൊള്ള കീറി കരഞ്ഞു അവൻ കേട്ടില്ല. അവളോടൊരു കാര്യം ചോദിക്കാൻ വാ തുറന്നതേയുള്ളൂ, അതവന്റെ ചെവിയിലെത്തി, കഷ്ടം എന്ന് സുജാതയും പറയുന്നു. വാ മോളെ എന്ന് പറഞ്ഞ് വിനീത് അവളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുമ്പോഴേക്കും ഇതിനൊക്കെ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞ് മോൾക്ക് പാവയെ കൊടുത്ത് മോള് പോയി കളിച്ചോ കേട്ടോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നുണ്ട് സുജാത. ഗീതയും അമ്മയോടായി, ഇവൻ എങ്ങനെയാ അമ്മ ഇങ്ങനെയായത് എന്ന് ചോദിക്കേ. ഇതാ ഇവിടെ നടക്കുന്ന എന്ന് അമ്മയും പറയുന്നുണ്ട്. അമ്മയെ കൊണ്ട് ചുണയില്ലാഞ്ഞിട്ട് ആസെറ്റന്റെ അമ്മയോ സ്വർണ്ണമ്മയോ മറ്റോ ആയിരിക്കണം. കുറ്റിയും പറിച്ച് എല്ലാ എണ്ണവും ഇവിടുന്ന് ഓടിയ. അമ്മയുടെ കോൾ വന്നപ്പോൾ ഞാൻ സ്വർണ്ണമ്മയോട് കാര്യം പറഞ്ഞു. സ്വർണ്ണമ്മ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അവർക്കൊരു പ്രത്യേക മിടുക്ക് എന്ന് ഗീത പറയേ. അപ്പനെയും അമ്മയെയും കൈയോടെ എടുത്ത് റോഡിലേക്കിട്ട് സ്വത്ത് തട്ടിയെടുക്കുന്നതിലാവും കഴിവ് എന്ന് സുജാതയും പറയുന്നുണ്ട്. അതിനൊരു മിടുക്ക് വേണം. ഉറുമ്പ് അരമണി കൂട്ടി വെക്കുന്നത് പോലെ സ്വരു കൂട്ടി ഉണ്ടാക്കിയതല്ലേ ഇതല്ല. ഇപ്പോ വെട്ടിക്കിളി പോലെ ഓരോ കൂട്ടർ വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കയ്യിലിരിക്കുന്നത് കൂടി ആവിയായി പോകുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. താ പറഞ്ഞത് സ്വർണ്ണമ്മ വന്നിവിടെ 3-4 ദിവസം നിൽക്കട്ടെ എന്ന് ഗീത പറയേ. എന്നിട്ട് വേണം അവരെന്നെയും കൂടി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ. സുജാതയും, സ്വർണ്ണമ്മയ്ക്ക് ഇവിടെ ചില അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ പാതി ഓഹരി എന്റേതല്ലേ, അതിനൊരു നൊയ്ക്കുപോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് സ്വർണ്ണമ്മ എപ്പോഴും പറയാറുണ്ട്. കാര്യം സംസാരിക്കാൻ സ്വർണ്ണമ്മ ഇങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു എന്ന് ഗീത പറയേ. നമുക്കതൊക്കെ പതിയെ ആലോചിക്കാം. സ്വർണ്ണമ്മയോട് തൽക്കാലം അവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ. ഇപ്പൊ ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ തൽക്കാലം ഞാൻ മതി എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോവുക. അതിഷ്ടമാവാതെ നിൽക്കുന്ന ഗീതയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.